കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇൻഡിവിജ്വലി സക്സസ്ഫുൾ ആണ്. പക്ഷെ എൻ്റെ മക്കള് നല്ല രീതിയിൽ വന്നില്ലെങ്കിൽ ഞാൻ ഫെയിലാണ് അവിടെ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. എനിക്ക് അവര് നല്ല രീതിയിൽ വെച്ചാൽ അവര് ഭയങ്കര റിച്ച്, ഞാൻ പറഞ്ഞില്ലേ, നല്ല മനുഷ്യന്മാരായാൽ മതി രണ്ടുപേരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ സക്സസ്ഫുൾ ആവത്തോളം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവര് നല്ല രീതിയിൽ വന്നാലേ നമുക്കൊരു സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞില്ലേ അമ്മേനൊന്ന് കെട്ടിച്ചു ആ മക്കളുടെ ഇടയിലേക്ക് ആ ചിന്ത വരാൻ കാരണം തമാശ അടിച്ചതായിരിക്കും. ചിലപ്പോ വീഡിയോസ് ഒക്കെ കാണുമല്ലോ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ പറഞ്ഞതായിരിക്കും. പക്ഷെ ഉറപ്പായിട്ട് രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നില്ല. ഭയങ്കര അത് പറയുമ്പോഴേ ഇളയവന്റെ മുഖം ഇങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആഗ്രഹിക്കുന്നില്ല, രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല. രണ്ടുപേരും 18 വയസ്സാവാത്ത കുട്ടികളാണ്. നാളെ ഒരു സമയത്ത് എന്തിനും അമ്മ ഇങ്ങനെ ചെയ്തെന്ന് എന്നൊരു ചോദ്യം വന്നാലേ, ഒരു പെണ്ണിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ സമൂഹം അവളെ ദ്രോഹിക്കും. അതിപ്പോ വീട്ടിൽ നിന്നായാലും ശരി പുറത്തുനിന്നായാലും ശരി, പൈസ ഉണ്ടെങ്കിൽ റെസ്പെക്ട് ഉണ്ട്. ആണുങ്ങളെ സംബന്ധിച്ച് എനിക്ക് അവർക്കും വേണം പൈസയും കാര്യങ്ങളും. പക്ഷെ പെണ്ണാണെങ്കിൽ അവൾ എങ്ങനെയായാലും അവളുടെ ഇൻകം അവള് കണ്ടുപിടിച്ചിരിക്കണം. ഒരു നിമിഷം പോലും ഇത്രയും ദേഷ്യമുള്ള ആളാന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വയലൻസ് ഉള്ള ആളാന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ സ്നേഹിച്ചിരുന്ന സമയത്ത്. ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ ഈ സാധനമായിരുന്നു അന്ന് ഇവിടെ വർക്ക്ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്, ഈ കലിപ്പന്റെ കാന്താരി. അത് നമ്മൾ ഭയങ്കര സപ്പോർട്ട് അന്നത്തെ അതിന് എനിക്ക് അതൊക്കെ എന്തോ നല്ല കാര്യമാണ്, എന്തോ ട്രോഫി കിട്ടുന്നതാണ് കാരണം അതൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇപ്പൊ സിംഗിൾ പാരന്റിങ് എസ്പെഷ്യലി ഇങ്ങനെ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുമ്പോഴും പലതരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രപ്പോസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ വീണ്ടും ഒരു കുരുക്കിലൊക്കെ വീഴ്ത്താനൊക്കെ ആയിട്ട്, കാരണം ഒറ്റപ്പെട്ട ജീവിതമാണല്ലോ. അപ്പൊ ഒന്നത് ഗവൺമെന്റ് ജോലിയുണ്ട്, ഇപ്പൊ വെൽ സെറ്റിൽഡ് ആന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും വന്ന് വീണ്ടും എന്താ പറയാ ഒന്ന് പറ്റിക്കാനോ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടോ ചേച്ചി? കിട്ടി, 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. നമ്മള് ചിലപ്പോ ആ സമയത്ത് ഞാൻ ഒരാള് ശരിക്കും നല്ല ഇതായിട്ടായിരിക്കും വന്നേന്ന് തോന്നി. അത് ശരിയല്ലാന്ന് കണ്ട ആ സമയത്ത് തന്നെ ഞാനത് ഗുഡ് ബൈ മോൻ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞു ആളുകൾ ഇങ്ങനെ, പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു കണ്ണിൽ എന്നെ കാണുന്നില്ല ആളുകൾക്ക് അറിയാം അത്യാവശ്യം സ്ട്രോങ് ആണ്. പക്ഷെ ഈ ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്നത്, അതുപോലെ തന്നെ മാരീഡ് ആയിട്ടുള്ള പെണ്ണുങ്ങളുടെ അടുത്ത് തന്നെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരുടെ എല്ലാ മൈൻഡിൽ നെഗറ്റീവ് ആണെന്നുള്ളത് അവര് മനസ്സിലാക്കണം. വരുന്നവർക്ക് തീർച്ചയായും നെഗറ്റീവ് ആയിരിക്കും. അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അവർക്ക് എന്താ തോന്നാത്ത നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇവരെ ചേച്ചിയുടെ വ്യൂ പോയിന്റിൽ അത് വേറെ രീതിയിലായിരിക്കുമല്ലോ ചേച്ചി ചിന്തിക്കുന്നത്. പക്ഷെ അത് എന്തുകൊണ്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവർക്ക് എന്താ മനസ്സിലാകാത്ത? അങ്ങനെ അല്ല, ഒരു വിവാഹമാലോചനയായിട്ട് വന്നിട്ടുണ്ടോ വീട്ടിലേക്ക്? ഇതിന് ശേഷം വന്നിട്ടുണ്ട്. അപ്പൊ ചേച്ചിയുടെ ഡിസിഷൻ ഇപ്പൊ വേണ്ട പറഞ്ഞിട്ടുണ്ട്, വേണ്ട. അത് ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു ലൈഫ് ജേർണിയില് അങ്ങനെ ഒരു നല്ല മനുഷ്യനെ കാണുവാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരുവിധമൊക്കെ ആൾക്കാരെ അറിയാം. പിന്നെ ഞാൻ കുറച്ച് നെഗറ്റീവ് അടിക്കാറുണ്ട്. ഇവര് എത്ര അതുകൊണ്ട് ഇനി ആരെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല, അതാണ് പ്രശ്നം. പിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പേരൻസ് വീട്ടിലെന്താ അച്ഛനും അമ്മയും വിവാഹം ഇനി കഴിക്കുന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മനസ്സിലായി. പിന്നെ അമ്മ പറയും, ഇനി നീ ഇങ്ങോട്ട് കെട്ടിയിട്ട് ഇനി അവിടെ ചെന്ന് ഇനി എനിക്ക് വയ്യ, ഇനി ഒന്നും കൂടി അനുഭവിക്കാം, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ശരി ഒറ്റയ്ക്കങ്ങ് പൊയ്ക്കോ. എന്നാലും ഇടയ്ക്ക് പറയും, മോളെ ഒരു കൂട്ട് വേണ്ടേടി എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും, അമ്മേ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കല്ലേ, നല്ലൊരാളെ കാണുവാണെങ്കിൽ നോക്കാം നമുക്ക്. ഇപ്പൊ ലേറ്റസ്റ്റ് കുട്ടി പറഞ്ഞില്ലേ അമ്മേനൊന്ന് കെട്ടിച്ചു ആ മക്കളുടെ ഇടയിലേക്ക് ആ ചിന്ത വരാൻ കാരണം അവരിപ്പോഴും ചിന്തിച്ചു തുടങ്ങി ഇങ്ങനെ മെച്യൂരിറ്റി ആയിട്ട് ഇത്രയും? ഞാൻ ഇടയ്ക്ക് പറയും, എനിക്ക് ആരും ഇല്ലടാ കുട്ടു. ഞാൻ ഇടയ്ക്ക് പറയടാ എനിക്ക് ആരും ഇല്ലടാ, ഞാൻ സിംഗിൾ ആടാന്നൊക്കെ ഇങ്ങനെ പറയും. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഞാനത് ഇടയ്ക്കിടെ ചിന്തിച്ച്, എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്, എന്തായിരിക്കും അമ്മ ഒന്ന് കെട്ടിച്ചു വിടണമെന്ന് എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്. തമാശ അടിച്ചതായിരിക്കും. ചിലപ്പോ വീഡിയോസ് ഒക്കെ കാണുമല്ലോ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ പറഞ്ഞതായിരിക്കും. പക്ഷെ ഉറപ്പായിട്ട് രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നില്ല. ഭയങ്കര അത് പറയുമ്പോഴേ ഇളയവന്റെ മുഖം ഇങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആഗ്രഹിക്കുന്നില്ല, രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല. അമ്മയുടെ സ്നേഹം പറഞ്ഞാലോ പോയാലോ അവർക്ക് അങ്ങനെ എപ്പോഴും ഞാൻ കൂടിയിരിക്കണമെന്നൊന്നും അല്ല. പക്ഷെ എന്തായാലും ഇങ്ങനെ പകുത്തു കൊടുക്കുവല്ലേ, അപ്പൊ എന്തായാലും അവർക്ക് അതൊരു ഇങ്ങനെ അവർക്ക് എന്റെ അടുത്തേക്ക് വരാനൊരു
ഗ്യാപ്പ് വന്നാലോ എന്ന് വെച്ചിട്ടൊക്കെ ആയിരിക്കും. ഓക്കെ. ഇപ്പൊ ചേച്ചി ഗേറ്റ് വേ കീപ്പറായിട്ട് ഒറ്റയ്ക്ക് ഈ രാത്രിയൊക്കെ ഇരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ട് എനിക്ക് മനുഷ്യരല്ല പേടി, പ്രേതത്തെ പേടി. അവിടെ പ്രേതം ഉണ്ടാവും രാത്രിയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ റൂമിൽ ഇരിക്കണമല്ലോ. ഒന്നാമത് ഒരു ലൈക്ക് ഒരു ബിൽഡിങ്ങിന്റെ അകത്തൊന്നും അല്ലല്ലോ, നമ്മളൊരു വിജനമായ സ്ഥലത്ത് ഒരു ചെറിയൊരു റൂമിലായിരിക്കും ഗേറ്റ് കീപ്പറൊക്കെ ഇരിക്കുന്നത്. എന്താ പ്രേതത്തെ ഇത്ര പേടി? പ്രേതാനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? ചിലപ്പോ നമ്മുടെ മനസ്സിന്റെ ആയിരിക്കും. പക്ഷെ എനിക്ക് എന്തോ അവിടെ ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പല സാഹചര്യങ്ങളിലും എന്നെ രക്ഷപ്പെടുത്തുന്ന ഒരു ശക്തി, അത് നമ്മുടെ ഉപബോധ മനസ്സ് തന്നെ ആയിരിക്കാം, അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന ആയിരിക്കാം. പക്ഷെ എന്തോ ഒരു ശക്തി അവിടെ ഉണ്ടെന്നുള്ളത് കൺഫേം ആ. പിന്നെ എനിക്ക് കൂടെ കിടന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു, എന്റെ കൂടെ തന്നെയായിരുന്നു. അവര് വന്ന് രാത്രി കിടന്ന് ഉറങ്ങും, എന്റെ കൂടെ ഫുൾ ടൈം വർക്കിംഗ് നൈറ്റ് ഡ്യൂട്ടിക്ക് മാത്രം. എനിക്ക് പേടിയായിരുന്നു ആദ്യമൊക്കെ. അപ്പൊ ഈ അമ്മയായിരുന്നു. അപ്പൊ ഈ അമ്മ പെട്ടെന്ന് മരിച്ചുപോയി. പിന്നെ ഞാനിങ്ങനെ ഒരാഴ്ചയോളം ഞാൻ ലീവാക്കി. അത് കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഈ അമ്മ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഫീൽസ് എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേടിയില്ല, ഭയങ്കര ഒരു എന്തോ ഒരു. അതുപോലെ പിന്നെ അവിടെ ഒരു ലേഡി വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിനകത്ത്. അതൊരു പ്രഗ്നന്റ് ലേഡി ആയിരുന്നു, അവളെ കൊന്നിട്ട് കൊണ്ടിട്ടതാ. അപ്പം അതിന്റെ എനിക്ക് സത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ ഉപബോധ മനസ്സിന്റെ തോന്നലുകളായവാ, അങ്ങനെ എനിക്ക് പേടികൾ 1-2 വട്ടം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പേടി ഉണ്ടാവാറുണ്ടായിരുന്നു, പ്രേതങ്ങളെ പേടിയുണ്ട്. അത് ഞാനിപ്പോ ചിന്തിക്കുക, ആ ഇരുട്ടത്ത് ഒന്നാതെ ചേച്ചിയുടെ റൂമിൽ മാത്രല്ലേ ലൈറ്റ് ഉണ്ടാവുള്ളൂ, പിന്നെ ആ ഒച്ച ഇതല്ല എങ്ങനെ ഇരിക്കുന്നു എന്നാണ്. സിറ്റിയിലൊന്നും അല്ലല്ലോ, മറ്റേ കുഗ്രാമം തന്നെ, ഗ്രാമത്തിലാണ്. ബാക്കിലൊക്കെ വീടുണ്ട്. പക്ഷേ നമ്മുടെ എത്ര കാലത്തെ വിചാരം എനിക്ക് എന്ത് സംഭവിച്ചാലും അവർ ഓടി വരുമെന്നാ. ഒരു വട്ടം ഈ അവിടെ തമിഴ്നാട്ടിലെ ഇടിവെട്ടി മഴയെന്ന് പറഞ്ഞാൽ ഭീകര ഇടിയാ, നമ്മുടെ ചെവിയുടെ അവിടെ വന്നിട്ടാണ് ഇടി, ഭയങ്കര ഇടിയാ. ഒരു വട്ടം ഭയങ്കര ഇടിയും മിന്നലും, മഴയില്ല, ഭയങ്കര ഇടിയും മഴ പെയ്തിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് സംഭവിച്ചെന്ന് വെച്ചാല് ഞങ്ങളുടെ ഒരു ഇടി വന്നിട്ട് എന്റെ ചെവിക്ക് അകത്തോട്ട് കയറി. അന്ന് ചെവി പ്രശ്നമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു എന്താണ് പറയുന്നത്, ഈ ട്രാൻസ്ഫോമറോ അത് പൊട്ടിത്തെറിച്ച് ഞാൻ നിലത്ത് വീണ്. അവിടെ കിടന്ന് ഞാൻ ഭയങ്കര നിലവിളി, കാപ്പാത്തിങ്ക അണ്ണാ കാപ്പാത്തിങ്ക. ഞാൻ വിചാരിക്കുന്നത് ഫ്രണ്ടില് മരമൊക്കെ വീണായിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലാവരും വീണ് ഞാൻ ഇടിഞ്ഞു ഇപ്പൊ മരിക്കുമെന്നാ. അലറി വിളിച്ചിട്ട് ഒരു മനുഷ്യൻ ഓടി വന്നില്ല, ഒരു മനുഷ്യൻ വന്നില്ല. പിന്നെ ഞാൻ ചെറുതായിട്ട് കുറച്ച് ഇത് കുറഞ്ഞപ്പോഴത്തേന് ചെറുതായിട്ട് ഡോറൊക്കെ തുറന്നു നോക്കിയിട്ട് ഓടി അവരുടെ വീട്ടിലോട്ട് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കേൾക്കാത്തതാണോ അവരുടെ അതോ അവരെന്റെ കരച്ചില് കേട്ടിരുന്നു. അതെന്ന് വെച്ചാൽ മനസ്സിലായെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോ ഞാൻ പറഞ്ഞു അവർക്ക് പേടിയാവുക ഈ ഇടിയുടെ ശബ്ദം. മാത്രല്ല നമ്മുടെ ഫ്രണ്ടിൽ കൂടി ലൈൻ, ഈ ട്രെയിൻ പോകുന്നതിന്റെ കണക്ഷൻ, ഇലക്ട്രിക് കണക്ഷൻ പോകുമല്ലേ, അതൊക്കെ പൊട്ടി വീണ് കഴിഞ്ഞാൽ തീർന്നില്ലേ കഥ. അങ്ങനെയും പേടിയുണ്ടാവും. ഇപ്പൊ ചേച്ചിനെ സ്ഥിരമായിട്ട് കാണുമ്പോ അവിടെ അടുത്തുള്ളവർക്ക് ഭയങ്കര കണക്ഷൻ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണ് അപ്പൊ അങ്ങനെ അമ്മച്ചി ഇതുപോലെ തന്നെ പ്രായമായ അമ്മച്ചിമാർ വന്ന് ഇഷ്ടമുള്ള ഡിഷുകൾ ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത അനുഭവം ഉണ്ടോ? ചെയ്തു തന്നിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലെ അവര് എനിക്ക് വെള്ളിയാഴ്ചയൊക്കെ ഫുഡ് കൊണ്ട് തരാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അധികം ആരുമായിട്ടും കണക്ഷൻ വന്നു കഴിഞ്ഞാണ്ടല്ലോ, പിള്ളേരൊക്കെ വന്ന് അവിടെ അങ്ങ് ഇരിക്കും. ആൾക്കാർ ഇത് അമ്മമാരായാലും ശരി അവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് ഇൻസ്പെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം, അങ്ങനെ ഇരിക്കുന്നതിനൊക്കെ ചോദ്യം വരും. മാത്രല്ല നമ്മൾ അങ്ങനെ ഒരാളെ ഇരുത്തി കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒന്ന് ചെയ്ത് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും. അധികം ആരെ അടുപ്പിക്കത്തില്ല. എന്താ പറയാ, ഒരു ആക്ട്രസ് ഇപ്പൊ ഒരു നായിക ആവണമെന്നപ്പോ ഏതെങ്കിലും നായികയുടെ അഭിനയം കണ്ടിട്ട് ഉർവശി ചേച്ചി അതിനകത്ത് എന്താ വരാത്തത്? ആ മുഖത്ത് എല്ലാം ഉണ്ട്, ഭയങ്കര ഇഷ്ടം. ഞാൻ ഇങ്ങനെ അതുപോലെ ശോഭന, പിന്നെ എന്താണ് കൽപ്പന, മഞ്ജു വാര്യർ, കുറെ ഉണ്ട് പറയാനാണ്, ഒത്തിരി ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം ഉർവശി ചേച്ചിയാണ്. ഓക്കെ. ഇപ്പൊ ഇത്രയും ഫിലിം ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാ മൂവീസും കാണുമോ? ഇങ്ങനെ റിലീസ് ആവുന്ന എല്ലാ മൂവീസ് ഇരുന്ന് കാണുന്ന കൂട്ടത്തിലാണോ? കാണുമായിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ സത്യമായിട്ട് എനിക്ക് 1 മണിക്കൂറിൽ കൂടുതൽ എന്തെങ്കിലും കാര്യത്തിൽ ഇരിക്കുമ്പോഴത്തേന് ഭയങ്കര ഒരു വേവലാതി, എന്തൊക്കെയോ ഞാൻ ചെയ്തില്ല, എന്തോ സത്യം. ഞാനിപ്പോ കറക്റ്റായിട്ട് ഞാൻ ഇപ്പൊ ഈ പ്രാവിൻകൂട് സിനിമ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങിയതിന് ശേഷം എന്റെ ചാനലിൽ എന്തോ ചെയ്യണം, എന്തോ ഞാൻ ചെയ്യാനുണ്ടെന്നുള്ള, എന്നാ വല്ലതും ചെയ്യുമോ അതുമില്ല, എന്നിട്ട് വല്ലതും ചെയ്യുമോ അതുമില്ല, എന്നിട്ട് ഇതിട്ടിരുന്ന് കാണുമോ അതുമില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. എന്തോ ഒരു വിപ്രതിയും വെപ്രാളവുമാണ്. ഗ്യാപ്പ് റെയിൽവേന്നോട് ഗ്യാപ്പ് എടുത്ത് നിൽക്കുമല്ലേ, സമയം കൊണ്ട് എന്തൊക്കെയോ ചെയ്യണമെന്നുള്ളൊരു പരവേശത്തിൽ. എത്ര 1 ഇയർ ഗ്യാപ്പ് ആണോ അതോ? ഇല്ല, ഞാനിപ്പം 2 മാസമായിട്ട്
പോകുന്നില്ല. അത്ര അത്രേ ഉള്ളൂ. ഓക്കെ. 90 ദിവസത്തിൽ കൂടുതലാകുമ്പോഴത്തേനും റീമെഡിക്കലിനൊക്കെ വിടും. നല്ല ചടങ്ങാ. ചീത്തവിളി കേട്ട് നമ്മൾ എന്തോ കൊലക്കുറ്റം ചെയ്താണൊക്കെ അവരുടെ മുന്നിൽ പോയി നിൽക്കേണ്ടത്, ആബ്സെന്റ് ആയിട്ട് വരുന്നവരുടെ അടുത്ത്. പിന്നെ ഞാൻ പറയും മാഡം എന്റെ അവസ്ഥ ഇത്, എന്റെ കുട്ടികളെ നോക്കാൻ ഞാൻ പോയത്, അപ്പോഴത്തേനും അവര് വീഴും. ഇനി എന്നാ ബാക്ക് ടു റെയിൽവേയിലേക്ക് പോകുന്നത്? ഈ മാസം ലാസ്റ്റ്, അടുത്ത മാസം ആദ്യം നോക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ. ഈ ചേച്ചിയുടെ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുമ്പോ എവിടെ നിന്നാണ് ഇതിനു മാത്രം കോണ്ടന്റ്, എന്തൊക്കെ കോണ്ടന്റുകളാണോ അതിനകത്ത് ഉള്ളത്? വഴി കൂടെ പോകുമ്പോ, ഇരിക്കുമ്പോ, ട്രെയിനിലിരിക്കുമ്പോ, ഫുൾ ടൈം എന്താ പറയാ. അപ്പൊ ഈ ഐഡിയാസ് ചിലവരൊക്കെ ഇങ്ങനെ ഡയറിയിൽ എഴുതിയിടും, പോകുന്ന യാത്രകളിൽ ഇങ്ങനെ ഓർക്കും അത് കൊള്ളാലോ എന്നൊക്കെ. ചേച്ചി എങ്ങനെയാണ് ഇതിനൊരു ടൈം കണ്ടെത്തുന്നത്? ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പൊ എങ്ങനെയാണ്? ഞാൻ എഴുതിയിടും, ഫോണിലൊക്കെ എഴുതിയിടും, എന്റെ ബുക്കുണ്ട് അതിലൊക്കെ എഴുതിയിടും. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഈ എഡിറ്റും ഷൂട്ടും, ഞാൻ വേറൊരാളെ എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചാലും അതിന്റെ ഒരു ഔട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഞാൻ ഉദ്ദേശിച്ച ഒരു സുഖം എനിക്ക് കിട്ടത്തില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷെ അവരൊക്കെ ഭയങ്കര പ്രൊഫഷണലി എഡിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്, നമ്മള് ഈ സാധാരണ കണക്ക്. അപ്പൊ അത് എന്റെ ഓഡിയൻസിന് അതാണ് ഇഷ്ടം തോന്നുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എനിക്ക് വ്യൂസിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ എഡിറ്റും ചെയ്യുന്നത് എല്ലാം ഞാൻ തന്നെ. അപ്പൊ ഞാൻ അഭിനയിക്കാനൊക്കെ 1-2 പേരെയൊക്കെ ഇടയ്ക്ക് കയറ്റാറുണ്ട്. കണ്ടിട്ടുണ്ട്. കാര്യം അവർക്ക് ഭയങ്കര ആഗ്രഹമുള്ള കുട്ടികളാണ്. നമ്മൾക്ക് ഇതുപോലെ സിനിമ ജോലി ചെയ്യുന്ന കുട്ടികൾ എന്റെ വീടിന്റെ അടുത്തുള്ള റിലേറ്റീവ് ആണ്. അപ്പൊ അവരൊക്കെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവര് സിനിമയിൽ കയറാൻ നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ട് നമുക്ക് നടക്കാൻ പറ്റിയില്ല. അതുപോലെ ഇവർക്ക് സിനിമയിൽ കയറുന്ന പോലെയാണ് ഈ ഒരു വീഡിയോക്കകത്ത് അഭിനയിക്കും. ഭയങ്കര സന്തോഷമാണ്. നമുക്ക് പറ്റുന്ന ഒരു ചാൻസ് അവർക്ക് കൊടുക്കുന്നു. ഓക്കെ. ഇപ്പം ഇപ്പൊ ഈ നെയ്ബേഴ്സ് ഒരു കാലത്ത് ശേഷി ചെയ്ത ഒരു തെറ്റിന്റെ സമയത്ത് ബന്ധുക്കളുടെ ഇടയിൽ നിന്നും എല്ലാവരുടെയും കയ്യിൽ നിന്ന് നല്ല ചീത്തയും വഴക്കൊക്കെ കേട്ടേക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ചേച്ചി. അപ്പം ഇപ്പൊ നിൽക്കാൻ നേരത്തെ അവര് അതൊക്കെ മാറ്റി പറഞ്ഞ, തിരുത്തി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ എന്റെ അടുത്ത് പിണങ്ങിയിരുന്ന എന്റെ മാമന. കാര്യം എന്റെ മാമനാണ് എന്നെ കുഞ്ഞുനാളെ അച്ഛൻ ഗൾഫിലായിരുന്നു, മാമനാണ് കൊണ്ട് നടന്നത്. അപ്പൊ മാമൻ പറയുന്നതാ, ബബിയുടെ മാമൻ എന്ന് പറഞ്ഞാല് പലരും അറിയത്തോളൂ. അതെനിക്കിപ്പോ കിട്ടിയൊരു റീസെന്റ് ആയിട്ട് കിട്ടിയിട്ട് നല്ലൊരു സർട്ടിഫിക്കറ്റ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ജോലി കിട്ടിയപ്പോ തന്നെ ഒരുവിധ ആളുകളെല്ലാം നല്ല സ്നേഹത്തോടെ. ഓക്കെ. നമ്മൾ എത്രയൊക്കെ ഇരുന്നാലും ചില സമയത്ത് നമ്മുടെ പേരൻസ് ഇങ്ങനെ കുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ പറയും, എന്നാലും നീ ഇറങ്ങി പോണ്ടിരുന്നില്ല, സ്നേഹിക്കേണ്ടിയിരുന്നില്ല. അത് ഇപ്പോഴും കേൾക്കുന്നുണ്ടോ അതോ ഇപ്പൊ അത് സ്റ്റോപ്പ് ആയോ? ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അമ്മ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. അപ്പഴത്തേന് ഞാൻ പറയാം അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിക്കുന്നതെന്ന് പറയും. അപ്പഴത്തേനും അത് ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ അന്നത്തെ ആ ഒരു സെൽഫിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നത്, അത് ചെയ്തത് നന്നായി എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ ഈ 18 വയസ്സില് വിവാഹം കഴിഞ്ഞ് പോയപ്പം എന്തായിരുന്നാലും കുക്കിംഗ് അറിയോ? ഒരു ഭാര്യ എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ആണെന്ന് വെച്ചാൽ അതിന് മുന്നേ ഒന്നും നമ്മൾക്ക് അറിയണ്ട. സ്കൂളിൽ പോവാ, വരിക, അമ്മ മേശപ്പുറത്ത് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ചു നേരം. അത് ഫോൺ ഉണ്ടായിരുന്നോ? ഇല്ല, ഫോണില് ടി വി കാണുക. ചെറിയ ഫോൺ. അതെ, ടി വി കാണുക. ഇപ്പൊ എല്ലാവരുടെ സ്വന്തമായിട്ട് ഫോണൊക്കെ ഇപ്പൊ ഈ ഏജിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കുട്ടി 18-ാം വയസ്സിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് പോകുന്നു. അപ്പൊ പിറ്റേ ദിവസം മോർണിംഗ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കുക്കിംഗ്, അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി വന്നതായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, എന്റെ അമ്മായിയമ്മ എല്ലാം ഒന്നും ചെയ്യണ്ടായിരുന്നു. ഞാൻ മോൾ അവിടെ ഇരുന്നോന്നേ പറയത്തോളൂ, ഒന്നും ചെയ്യണ്ടായിരുന്നു. പാവ അമ്മ. പക്ഷെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആവാൻ, ഞാൻ 7 മണിക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആവാൻ 9 മണിയൊക്കെ ആവും. അപ്പൊ ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. എന്തൊക്കെയാണ് എന്തെങ്കിലും ചെയ്യാൻ വല്ലതും അറിയണ്ടേ, ഒന്നും അറിയത്തുമില്ല അങ്ങനെ. പക്ഷെ അമ്മ തന്നെ എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ കുക്കിംഗ് ഇതുപോലെ പഠിക്കാനൊക്കെ തുടങ്ങി. പഠിച്ച് ഞാനും കയറി ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഈ 18th വയസ്സ് സ്നേഹം കൊണ്ടാണ് വിവാഹം കഴിച്ചിങ്ങനെ തീരുമാനം. എന്നാൽ ആ പ്രായത്തില് ചേച്ചിയുടെ ഫ്രണ്ട്സ് ഒന്നും അപ്പൊ കെട്ടിയിട്ടുണ്ടാവില്ല. അവര് ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി കാണുമ്പോഴത്തേനും ഇപ്പൊ കിട്ടണായിരുന്നു, കുറച്ചും കൂടെ അങ്ങ് വെയിറ്റ് ചെയ്തിട്ട് ഒരു 23-24 പോയാൽ മതി. നല്ല എന്ന് വെച്ചാൽ നിങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല, വഴക്കൊന്നും ഇല്ലാത്ത സമയത്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? ആ സമയത്തൊന്നും അങ്ങനെ തോന്നാനുള്ള ബുദ്ധി പോലും ഇല്ലായിരുന്നു എനിക്ക്. ഇതെന്തോ എനിക്ക് വലിയ സ്വർഗം കിട്ടിയെന്നുള്ളൊരു ചിന്തയായിരുന്നു. എന്തോ സ്വർഗലോകത്ത് ഞാൻ വന്നു, സ്വർഗലോകത്തെ മാലാഖ, ആ ഒരു ചിന്തയായിരുന്നു. എനിക്ക് അപ്പുറത്ത് 2 ഫ്രണ്ട്സ് ഉണ്ട്, കുഞ്ഞി പിള്ളേര് 2 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങള് കനാലിൽ പോയി കുളിക്കുക, ചെന്ന സമയത്ത് അവിടെ പോയി തുണി കഴുകുക, ഇതൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് വീട്ടിൽ കിട്ടാത്ത കുറെ സാധനങ്ങൾ, എന്റെ അമ്മ എന്നെ അങ്ങനെ വിടത്തൊന്നുമില്ല, എങ്ങോട്ടും വിടത്തു, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അമ്മ. അപ്പൊ എനിക്ക് അവിടെ പിള്ളേരുടെ കൂടെ പുറത്തു പോകാനൊന്നും പറ്റത്തില്ല. ഇവിടെ എനിക്ക് അതെല്ലാം പറ്റും. എന്റെ അമ്മയും അടുത്ത് എനിക്ക് എന്തും കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് അതെന്തോ ഒരു സ്വർഗലോകമായിരുന്നു ആദ്യമൊക്കെ. പിന്നെ പോകുമ്പോ ഇയാളുടെ ഉപദ്രവം ഒക്കെ തുടങ്ങിയ ശേഷമാണ്
ശേഷമാണ് അയ്യോ ഇത് വേണ്ടായിരുന്നു തോന്നാൻ തുടങ്ങിയത്. ഓക്കെ. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ കലിപ്പായിരുന്നു അന്ന് എനിക്ക് കലിപ്പിന്റെ അതെ അതെ. അതുകൊണ്ട് ആ കലിപ്പ് എന്തൊക്കെ വെച്ച് ഇപ്പൊ ചേച്ചി പറഞ്ഞ വയലൻസ് ആയിരുന്നു പുള്ളിയുടെ എന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കൂളാവും, പിന്നെ എപ്പോഴെ ദേഷ്യം വരുന്ന ഇറിറ്റേറ്റഡ് ആവണേന്ന് അറിയില്ല എന്നാണ് ചേച്ചി പറഞ്ഞത്. എന്നാലും എപ്പോഴെങ്കിലും എന്ന് വെച്ചാൽ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിട്ടാണല്ലോ കെട്ടിയത്, എന്നിട്ട് ഒരു നിമിഷം പോലും ഇത്രയും ദേഷ്യമുള്ള ആളാന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വയലൻസ് ഉള്ള ആളാന്ന് ഒന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ സ്നേഹിച്ചിരുന്ന സമയത്ത്? ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ ഈ സാധനമായിരുന്നു അന്ന് ഇവിടെ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്, ഈ കലിപ്പ്. അത് നമ്മൾ ഭയങ്കര സപ്പോർട്ട് അതിന് എനിക്ക് അതൊക്കെ എന്തോ നല്ല കാര്യമാണ്, എന്തോ ട്രോഫി കിട്ടുന്നതാണ് കാരണം അതൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. അന്ന് അതായിരുന്നു നമ്മുടെ ചിന്ത. അതുകൊണ്ട് ഇനിയിപ്പോ ഈ കമന്റ് ബോക്സിൽ ഇപ്പൊ ഒരുപാട് പേര് എന്നെ കുറ്റം പറയും, പക്ഷെ അന്ന് ചെയ്ത ഞാനത് വേറെ ആരോ ആണ്. പക്ഷെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല, അതിന്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്തു. അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ ഒരു സെൽഫിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല, അങ്ങനെ ചെയ്താൽ നന്നായി എന്നേ പറയത്തുള്ളൂ. ചേച്ചിയുടെ കാഴ്ചപ്പാടില്ല പെൺകുട്ടി ഒരു ഇൻഡിപെൻഡന്റ് ആവണം, ജോലി വേണം, എന്നാലാണ് നമുക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്ട്രോങ്നെസ് ആവുള്ളൂ, അങ്ങനത്തെ ഒരു തോന്നൽ എപ്പോഴെങ്കിലും ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടായച്ചാൽ മതി, അതാണ് ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്? ഉറപ്പായും നമ്മുടെ കയ്യിൽ പൈസ വേണം. ജോലി എങ്ങനെയായാലും ശരി തന്നെ, നമ്മുടെ കയ്യിൽ പൈസ, ഒരു പെണ്ണിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ സമൂഹം അവളെ ദ്രോഹിക്കും. അതിപ്പോ വീട്ടിൽ നിന്നായാലും ശരി പുറത്തുനിന്നായാലും ശരി, പൈസ ഉണ്ടെങ്കിൽ റെസ്പെക്ട് ഉണ്ട്. ആണുങ്ങളെ സംബന്ധിച്ച് എനിക്ക് അവർക്കും വേണം പൈസയും കാര്യങ്ങളും, പക്ഷെ പെണ്ണാണെങ്കിൽ അവൾ എങ്ങനെയായാലും അവളുടെ ഇൻകം അവള് കണ്ടുപിടിച്ചിരിക്കണം. അത് മസ്റ്റാണ്. ഫാമിലി ഇപ്പൊ നമ്മളിപ്പോ നല്ല ചോറും കറിയും ഉണ്ടാക്കി കൊടുത്തെന്ന് വെച്ചോ, അത് അവര് കഴിച്ചു കഴിഞ്ഞ് അത് പോവും. അതേസമയം കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ കൊടുത്തെങ്കിൽ അത് എപ്പോഴും അതൊരു നിലനിൽക്കുന്ന സാധനം, അവരുടെ മൈൻഡിലും കാണും അത്. അതുകൊണ്ട് അത് ഫാമിലി വേണം, നമുക്ക് ഫാമിലി വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ എപ്പോഴും പെൺകുട്ടികളുടെ കയ്യിൽ പൈസ വേണം. പൈസയാണ് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് എപ്പോഴും മൈൻഡിൽ വെച്ചേക്കണം എല്ലാ സ്ത്രീകളും. ഇപ്പം ചേച്ചി ഇപ്പൊ ഇത്ര നാള് ഒറ്റയ്ക്കാണ് ഇപ്പൊ തീരുമാനം എടുക്കുന്നത്, ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ്, ബോൾഡ് ആണ്, ചേച്ചിക്ക് ചേച്ചിയുടേതായ കാഴ്ചപ്പാടുകളെല്ലാം ഉണ്ട്. ഇപ്പൊ ഇൻ കേസ് ഫ്യൂച്ചറിൽ ഇപ്പൊ വിവാഹം നല്ലൊരു ചേച്ചിക്ക് മനസ്സിന് സങ്കല്പിച്ച ഒരാള് വരുവാണ്, അപ്പം ഷെയറിംഗ് ആണല്ലോ. ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ഫുൾ ഒറ്റപ്പെട്ടാണ് എന്ന് മരവിച്ചിരിക്കുന്ന ഒരു മനസ്സ്, അപ്പൊ ആ ഒരു ഷെയറിംഗ് വരുമ്പോഴത്തേനും ഇനി അത് അഡ്ജസ്റ്റബിൾ ആകാൻ പറ്റുമോ? കാരണം ചേച്ചിക്ക് ചേച്ചിയുടേതായ കുറെ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു, ചേച്ചിയുടെ മൈൻഡ് മൂവ് ഓൺ ആയി, ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരാൾ ഇനി വന്നിട്ടുണ്ടെങ്കിൽ എന്നായിരുന്നു അത് എങ്ങനെ ചേച്ചി നോക്കി കാണുന്നത്? അങ്ങനെ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും ഫാമിലി ലൈഫിനെ നോക്കി കാണുന്നത് ചേച്ചി? ഞാൻ എന്റെ പൈസയൊക്കെ അവർക്ക് കൊടുക്കുമെന്നായിരിക്കും ഉള്ളടക്കം. അല്ല അങ്ങനെയല്ല, എന്തായാലും ഒരു കൂട്ട് വരുമ്പോ ആളുടെ തീരുമാനം ഷെയറിംഗ് എങ്ങനെയായിരിക്കും, പൈസ മാത്രല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒന്ന് മോൾഡ് ചെയ്യണം. എങ്ങനെയായാലും നല്ലൊരു മനുഷ്യനെ ഞാൻ ചൂസ് ചെയ്യത്തുള്ളൂ. ദൈവമേ എനിക്കിനി അറിയത്തില്ല, മേ ബി ഞാൻ വിവാഹം കഴിക്കാൻ 100% അങ്ങനെയാണ്. ഈ ഒരു ലൈഫ് ജേർണിയിൽ അങ്ങനെ ഒരാളെ കണ്ട് കിട്ടുവാണെങ്കിൽ അത് നല്ലൊരു മനുഷ്യനായിരിക്കണം. പിന്നെ അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല, എന്നിരുന്നാലും എന്നെ ജസ്റ്റ് അറിയാവുന്നവർ പോലും എൻ്റെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിച്ചാൽ കൂടുതൽ ആളുകൾ പൈസ കടവാ ചോദിക്കുന്നത്. ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാല് അങ്ങനെ ഒരു മെന്റാലിറ്റി എനിക്കുണ്ട്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി എനിക്കുണ്ട്. അതുപോലെ എന്റെ പാർട്ണറിനെ ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ആ ഒരു നല്ല ഇതിലായിരിക്കും പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അപ്പൊ തന്നെ അത് എന്തായാലും അങ്ങനെ ഒരാളെ ഞാൻ ചൂസ് ചെയ്യത്തില്ല. അത് മാറി ടോക്സിക് ആയിട്ടുള്ള ആളെ വേണ്ട. അത് ഈ ചേച്ചിയുടെ എന്താണ് ടോക്സിക്? ചേച്ചി മനസ്സിലാക്കിയ എന്താണ് ഈ ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തി? എങ്ങനെയാ ചേച്ചിക്ക് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ചിലര് സ്നേഹം കൊണ്ട് നമ്മള് ടോക്സിക് ആയിട്ട് വീർപ്പ് മുട്ടിക്കാറുണ്ട്. അവർക്ക് എപ്പോഴും നമ്മൾ അവരുടെ കൂടെ ഇരിക്കണം, അവരോട് പറഞ്ഞിട്ട് പോകണം, എല്ലാ കാര്യങ്ങളും അപ്പൊ അപ്ഡേറ്റ് ചെയ്യണം. ഇതൊക്കെ ഒരു തരത്തിലൊരു ടോക്സിക് ആണ്. നമ്മളൊരു ഫ്രീ അല്ല എന്നുള്ളൊരു മൂഡ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻ ആണ്. നമ്മളെ മനസ്സിലാക്കി നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നമുക്ക് സ്പേസ് തരുന്ന ഒരാളായിരിക്കും നല്ലൊരു പാർട്ണർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേച്ചിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താ, ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താ ചേച്ചി വിശ്വസിക്കുന്നത്? ഞാൻ എന്ത് കാര്യം എന്റെ ലൈഫിൽ ഉണ്ടായാലും ഞാൻ അതിനെ ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യും. എന്ത് പ്രശ്നം വന്നാലും കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും ഞാനിത് മൂവ് ഓൺ ചെയ്യും. എനിക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റും. പിന്നെ എന്റെ കയ്യിൽ തന്നെ എനിക്ക് വേണ്ട എല്ലാം എന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് ഞാനങ്ങനെ വിശ്വസിച്ച് എങ്ങനെ ജീവിക്കും. ഇതൊക്കെ
ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ. ഞാൻ സ്വയമാണ് കൂടുതലും സെൽഫ് ടോക്ക് ആണ് എപ്പോഴും. ഞാൻ എന്നോട് തന്നെ സംസാരിച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ സംസാരിച്ച് അത് സോൾവ് ആക്കി പോകും. ഏറ്റവും വീക്കായ ഒരു പോയിന്റ് ഏതാ? വീക്കായിട്ടുള്ള ഭയങ്കര ദേഷ്യം വരും. എനിക്ക് ദേഷ്യം അതെങ്ങനെ എപ്പോഴും ദേഷ്യം വരത്തില്ല. ഞാൻ ഭയങ്കര കാമായിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ലാസ്റ്റ് ഞാൻ ഒരു പൊട്ടിത്തെറി ഉണ്ട്. ആ സമയം എനിക്ക് കൺട്രോൾ കിട്ടത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഞാൻ എന്നെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ എന്റെ അടുത്തേക്ക് ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളെ ഞാൻ നല്ല രീതിയിൽ വാക്കുകൊണ്ട് ഞാൻ പീഡിപ്പിക്കും. എന്നുവെച്ചാ അങ്ങനെ നമ്മളെ ടോർച്ചർ ചെയ്യും. ഞാൻ ചിലപ്പോ ഇപ്പൊ അടുത്തുണ്ടായ സംഭവം അമ്മയും ഞാൻ നല്ല പീസ്ഫുൾ ആയിട്ട് രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഇന്ന് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതണം, എന്നിട്ട് ഇന്ന് ഒരു 10 മണി തൊട്ട് ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പം കേറി ഇരിക്കുവാ കട്ടിലേല്. രാവിലെ കുത്തിയിരിക്കുക ഒരു പണി ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു അമ്മ എടുത്ത് ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒരാളെ നമുക്ക് വെക്കാം, അമ്മയ്ക്ക് വയ്യ. അത് സമ്മതിക്കത്തില്ല. അഥവാ ആരെങ്കിലും ഹെൽപ്പിന് വന്നാൽ തന്നെ അവർക്ക് പൈസയും കൊടുക്കും, അവരുടെ കൂടെ ഒന്ന് കാര്യവും പറയും, പണിയെടുപ്പ്. ഇതൊക്കെയാണ് അമ്മയുടെ ഒരു ടൈം പാസ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണോന്ന് ചെന്ന് ചോദിച്ചാലും എന്തെങ്കിലും ചെയ്താലും നീ അത് ചെയ്ത് ശരിയായില്ല, ഇങ്ങനെയൊക്കെ കുറ്റങ്ങളും പറയും. അപ്പൊ ഈ അടുത്തുണ്ടായ സംഭവം അതാണ്. അപ്പോഴത്തേക്കും എനിക്ക് കൺട്രോൾ അങ്ങ് പോകും. നമ്മൾ അത്ര ഞാൻ എത്ര കഷ്ടപ്പെട്ട അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാവിലെ 4 മണിക്ക് എണീക്കുന്നതല്ലേ എന്നും പറഞ്ഞങ്ങ് പറയുന്നിട്ട് പിന്നെ അങ്ങ് ഭയങ്കര വിഷമം. എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ എന്റെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ പറ്റുന്നത് എന്റെ അമ്മയ്ക്കാ. അമ്മ എന്നെ എന്തെങ്കിലും രീതിയിൽ അമ്മയ്ക്ക് മാത്രം എന്നെ തകർക്കാനും പറ്റത്തുള്ളൂ. മെന്റലി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് തകരും. അത് എനിക്ക് ഇപ്പോഴും പറ്റുന്നത്. പക്ഷെ അത് അമ്മയ്ക്ക് ഇച്ചിരി എഴുതരമായിട്ടോണ്ടിരിക്കുക. അത് കേട്ടില്ലെങ്കിൽ ഒരു സുഖക്കുറവാണ്. അതിനുശേഷം ഇപ്പൊ ഇത്ര ദിവസമായിട്ട് ഒരു കുഴപ്പമില്ല. അനക്കാതെ കൊണ്ട് നടക്കില്ല. അല്ല കുറച്ച് കഴിയുമ്പോ ഇത് യൂസ്ഡ് ആവുമ്പളേ ഇതൊക്കെ ചെറിയൊരു തമാശ പോലെ തോന്നാ. പറഞ്ഞ നീ നാഗവല്ലിയാടി, നാഗവല്ലിയ ആരത് പറഞ്ഞ എന്റെ നേരെ വന്നതാണ്. അത്രയൊക്കെ തുള്ളൂല്ലേ? അപ്പൊ ഇത് കാര്യം കുട്ടികളെ ഈ അമ്മച്ചിക്ക് ഇത് മാത്രമുള്ള പണിയെന്ന് ചോദിക്കാറുണ്ട്? ഇല്ല, എപ്പോഴും ഇല്ല. ഈ അടുത്ത് ഇത്ര കാലത്തിനിടെ ഇപ്പോഴാണ് ഉണ്ടായത്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയും, പക്ഷെ അന്നേരം ഒന്നും നമുക്കിത് പ്രശ്നം ആവത്തില്ല. ഞാൻ വെറുതെ നടക്കുക. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാനായിട്ട് വന്ന് ഇരിക്കുമ്പോ നമ്മൾ ഇത് പറയുമ്പോഴത്തേനും അത് മൊത്തം തകരുവല്ലേ. മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേനും ദേഷ്യം അങ്ങോട്ട് ഇറക്കും, അങ്ങോട്ട് പേടിച്ച് കിടുങ്ങും. ആ സമയം അമ്മ കിടുങ്ങി പോയി. അന്ന് അമ്മ എന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ശരീരത്തിൽ എന്തോ ഒരു ചിത്തഭ്രമമുണ്ട്. ദേവിന് അവിടെ നിന്ന് വല്ല പ്രേതം അറിയത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, എനിക്ക് അന്നാണ് മനസ്സിലായി എനിക്ക് ഉള്ളിൽ ഭയങ്കര ദേഷ്യം ഉണ്ടെന്നുള്ളത്. അത് ഞാനിപ്പോ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് ഞാൻ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പലരുടെ ഇതിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ചേച്ചി ഒരുപാട് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹം, അല്ലെങ്കിൽ ഒറ്റപ്പെടലാകുമ്പം പെട്ടെന്ന് ഒരാൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും തീരുമാനം പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, അല്ലെങ്കിൽ ദേഷ്യം വരും എന്ന് കേട്ട്. അപ്പം ആ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നോണ്ടാവാം ആരെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ എനിക്കത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നാറുണ്ടത്. അതൊരു നെഗറ്റീവായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ? എനിക്ക് ആ സമയത്ത് ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പറയാം, എനിക്ക് തോന്നുന്നൊരു വൺ ഡേയിൽ ഇങ്ങനെ ഓരോ ദിവസം തോറും ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ആദ്യമൊക്കെ എനിക്ക് ഇതുപോലെ നെഗറ്റീവ് കമന്റ്സ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരികയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ അതില്ല. അപ്പൊ അതൊന്നും ഞാൻ കൺസിഡറേ ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്മ ഇതിനകത്തും കൂടി എനിക്കൊരു മുക്തി വേണം. അമ്മ എന്ത് പറഞ്ഞാലും അമ്മയോട് മാത്രമാണ് ദേഷ്യപ്പെടുള്ളൂ. അമ്മയുടെ അടുത്ത് ദേഷ്യം നല്ല, അമ്മയ്ക്ക് എന്റെ ദേഷ്യത്തെ എന്റെ ഫീലിങ്സിനെ അമ്മയ്ക്ക് എന്താ ഏത് രീതിയിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ശേഷി ഉണ്ടെന്ന് തോന്നുന്നു. അമ്മ ഓക്കെ ആണെങ്കിലേ ഞാനും ഓക്കെ ആവത്തോളം എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ചിലപ്പോ അമ്മ ഇങ്ങനെ വയ്യാതൊക്കെ ഇരിക്കുന്ന, അമ്മ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നില്ല, എന്റെ അടുത്ത് പിണങ്ങി ഇരിക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അമ്മ അല്ലാണ്ട് ഇപ്പൊ ആരെങ്കിലും അമ്മേനെയും കൂടെ കൂട്ടാം, ആരെങ്കിലും ഉടക്കൊക്കെ കൂടുമ്പോ ആരായിരിക്കും ആദ്യം പോയി ഇങ്ങനെ സോറി, ഇപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ പറഞ്ഞ മുത്തും ഞാൻ മാക്സിമം സോറി പറഞ്ഞു പോവാറുണ്ട്. ഈ അടുത്ത് എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് പിണങ്ങിയിട്ട് പെട്ടെന്ന് എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് ഒരു റീസണും ഇല്ല, മേ ബി എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ എന്തോ ചെയ്തെന്നൊക്കെയാ പറഞ്ഞു. ഞാൻ ഒന്നും ചെയ്തിട്ട് എനിക്കൊരു ബോധവും ഇല്ല. ഞാൻ മാക്സിമം അവരുടെ അടുത്ത് പോയി സോറി പറയും. സോ എന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോകത്തില്ല. ആ ഒരു പേഴ്സൺ പിന്നെ എന്റെ ലൈഫിൽ ഇല്ല, ചാപ്റ്റർ
ക്ലോസ്ഡാ. പിന്നെ അവര് തിരിച്ചു വന്നാലും ഞാൻ അവരെ ആ പഴയതിലൂടെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. മുത്തും അമ്മൂസും അത് എന്റെ എന്താ പറയാ എന്റെ രണ്ട് ഭാഗമാണ്. അവരെന്തായാലും എന്റെ അടുത്ത് പോത്തില്ല, ഞാൻ എന്ത് കാണിച്ചാലും. അവരെന്റെ എന്റെ അത്രയും ഇതായിട്ടുള്ള അമ്മയായിട്ടുള്ള ഫൈറ്റ് ഒക്കെ അമ്മ സോറി അല്ലെങ്കിൽ അമ്മയാണോ ഞാനാണ് ഇപ്പൊ പോകുന്നത്. അമ്മയായിട്ട് ഇങ്ങനെ അങ്ങനെ വരുത്തൊന്നുമില്ല. എന്നാലും നൈസായിട്ട് ഇങ്ങനെ എന്താ പറയാ ഇല്ല ഇത് ഉരുകുന്ന നമ്മൾ എന്താ പറയാ ഹിമാലയം ഉരുകുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, മല അതുപോലെ അമ്മ ഉരുകിയിരിക്കുന്ന കാണാറുണ്ട്. പക്ഷെ എന്നാലും വന്നിട്ട് മോളെ പൊട്ടടി സോറി എന്നൊരു വാക്ക് പറഞ്ഞാൽ കേട്ടിട്ടില്ല. പിന്നെ അതിന് മാത്രമാണല്ലോ അങ്ങോട്ട് കൊടുക്കുന്നത്. വെറുതെ ഇരുന്ന് ഇറിറ്റേറ്റ് ചെയ്യും. രാവിലെ എണീറ്റിട്ട് അമ്മമാർക്ക് ദേഷ്യം ഉണ്ടല്ല, പാത്രമല്ല പടപടപടാന്നിടുക. ഇതൊക്കെയുള്ള ചെറിയ ചെറിയ ലീലാവിലാസങ്ങളുണ്ട്. ഇപ്പം ചേച്ചിക്ക് ഇപ്പം ഈ കുട്ടി ആൺകുട്ടികളാണല്ലോ, ആൺകുട്ടികൾക്ക് അമ്മമാരോട് ഭയങ്കര കാര്യമാണ്, അല്ലെങ്കിൽ മദർ സൺ കോമ്പിനേഷൻ ഇമോഷൻസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു ലവ് ലാംഗ്വേജ് അല്ലെങ്കിൽ നിങ്ങൾ വഴക്കൂടുമ്പോ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതും കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നമ്മുടെ വഴക്ക് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അയ്യോ ഇവര് അമ്മയും മക്കളും ആണോ എന്ന് തോന്നും. അതുപോലെ വഴക്ക് വിടും, പക്ഷെ അതുപോലെ ഞങ്ങള് കൂട്ടാവുകയും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഞാൻ ഇതുപോലെ ഇവരുടെ അടുത്തും കാണിക്കാറുണ്ട്. പക്ഷെ ഇവന്റെ കയ്യിലായിരിക്കും മിസ്റ്റേക്ക്. എന്നെ ഒരുപാട് എന്നെ ഇങ്ങ് വിഷമിപ്പിക്കുമ്പോഴായിരിക്കും ഞാൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ അവൻ അറിയാം ഞാൻ ആ തെറ്റ് ചെയ്തത്. അപ്പൊ അവൻ തന്നെ വന്നിട്ട് സോറി പറയും, സോറി അമ്മ സോറി എന്ന് പറഞ്ഞിട്ട് സോൾവ് ചെയ്യാറുണ്ട്. ഇപ്പൊ കുറെ നാളുകൊണ്ട് അതില്ല. ഇപ്പം നല്ല ഡീസെന്റാന്ന് അറിയത്തില്ല ദൈവമേ, അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ. ഇപ്പൊ കുറെ നാളുകൊണ്ട് ആള് ഭയങ്കര നല്ല കുട്ടിയാണ്. അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ പുറത്തു പോക്കലോ, ആകെ ഫുട്ബോൾ കളിക്കാൻ പോകും. എന്നിട്ട് പറയും ഞാൻ ഇപ്പൊ വരാം, ഇത്ര സമയത്തിന് വരാന്ന് പറയാം, സമയത്തിന് വരികയൊക്കെ ചെയ്യും. പിന്നെ ഇളയ മോനെ പറ്റി എനിക്ക് അങ്ങനെ അത്രയും വലിയ ടെൻഷൻ. അവനൊരു ഇച്ചിരി ഇൻട്രോ ആണ്, ഇച്ചിരി ഒരു അവന് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അറിയാം. ആ ലൊക്കേഷനിലുള്ള എല്ലാ ആൾക്കാരെയും അറിയാം, എല്ലാം അറിയാം. എന്നാ അവൻ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല. എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ കൊണ്ടുപോകേണ്ട ഹോംവർക്കുകൾ, ടൈം ടേബിളുകൾ എല്ലാം അവന്റെ കാര്യങ്ങൾ അവൻ പക്കാ നോക്കിക്കോളും. യൂണിഫോം ആയാലും എല്ലാം അവൻ തന്നെ വാഷ് ചെയ്ത് അടുത്ത ദിവസത്തേക്കുള്ളത് എല്ലാം എടുത്തു വെക്കാനും പിന്നെ ടിഫിൻ ബോക്സ് കൊണ്ടൊന്ന് കഴുകി വെക്കാനും ഒക്കെ അവൻ അറിയാം, ഇളയവന്. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല. ഇനി ഇങ്ങനൊക്കെ കാണിച്ചിട്ട് ഇനി എന്തോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഭാവിയില് മൂത്തവൻ കുഞ്ഞുനാൾ തൊട്ടേ ഭയങ്കര കുരുത്തക്കേടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല രീതി പോകുന്നുണ്ട്. ചെറുപ്പത്തെ കുരുത്തക്കേട വളർന്നു വരുമ്പോ ഭയങ്കര പക്വതയാവുന്നു, ഇങ്ങനെ പണ്ടത്തെ അമ്മമാരൊക്കെ പറഞ്ഞു. അതോട്ടെ പിന്നെ അമ്മ ഇരുന്ന് ഇങ്ങനെ പേടിക്കല്ലേ, പിന്നെ ഇങ്ങനെ കൊച്ചു പുറത്ത് കാണോ, അത് മാറിയേക്കാതൊക്കെ. ഈ മോനോട് ഗേൾ ഫ്രണ്ട് ഉണ്ടോ, അല്ലെ ഇപ്പൊ +1 ഒക്കെ ആയല്ലോ, ക്രഷ് ഒക്കെ അടിക്കാൻ തുടങ്ങിയ ടൈം ആണല്ലോ, അങ്ങനെയൊക്കെ എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ? മൂത്താൾക്ക് കുഞ്ഞു പിള്ളേര് തമ്മിൽ എന്തുവാ ദൈവം, 7ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുകയായിരുന്നു കൊച്ചേ. ഇവൻ വിളിച്ചില്ലെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ മുറിച്ച് കാണിച്ച് പേടിപ്പിക്കും. അങ്ങനെ ലാസ്റ്റ് ഞാനത് ഇത് ഭയങ്കര പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടപെട്ടത്, നിനക്കത് ലാസ്റ്റ് പണി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്. ഇപ്പൊ എന്തായാലും അതില്ല. സത്യം കൊച്ചു പിള്ളേർക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാം ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യും. ഞാൻ ആലോചിക്കും അവരുടെ അമ്മയൊക്കെ കൂടെയാണുള്ളത്. അവരുടെ അമ്മ ഞാൻ വിളിച്ചിട്ട് ഇത് കാര്യം പറഞ്ഞു, ഇതിങ്ങനെയാണ് കേട്ടോ. അവരെന്നിട്ടും അവർക്കറിയാവുന്ന ഇതൊക്കെ, അവർക്കറിയാം ഇവര് തമ്മില് റിലേഷൻഷിപ്പ് ആണെന്ന്. ഞാൻ എന്ത് റിലേഷൻഷിപ്പിന്റെ സ്പെല്ലിങ് അറിയാവോടാ നിനക്ക്? അമ്മയ്ക്കൊക്കെ സമ്മതം അമ്മയെന്ന്. ഞാൻ എന്റെ വായിരിക്കുന്നത് കേക്കല്ലെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ പറഞ്ഞു കൊടുത്തു. കാരണം വെച്ചാല് ഈ കുഞ്ഞു പരുവത്തിൽ ഈ കൊച്ചിങ്ങനെ ഞാൻ ഫോട്ടോ കണ്ടു, ഞാൻ ചെക്ക് ചെയ്യും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇവന്മാരറിയാതെ. എനിക്ക് വന്നിട്ട് ഇതെല്ലാം അറിയുമെന്തോ ഞാൻ കണ്ടുപിടിക്കും. ഇളയവൻ ഇതെല്ലാം കണ്ടുപിടിക്കും. ഇളയവൻ എല്ലാ കള്ളത്തരവും കണ്ടുപിടിച്ച് എനിക്ക് കൊണ്ടുതരും. ഭയങ്കര നാരദന. കൂടെ നിന്ന് എല്ലാം കണ്ടുപിടിച്ചിട്ട് എനിക്ക് കൊണ്ടുവന്ന് ക്യാപ്പിൽ തരും. ഞാനിതെല്ലാം നോക്കി ഞാൻ ഇത് കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഇത് വലിയ പണി കിട്ടും, നിനക്ക് നല്ല പണി കിട്ടും, ഇതെങ്ങനെയെങ്കിലും പറഞ്ഞു. എനിക്കൊരു സ്വസ്ഥതയില്ല അമ്മേ, രാത്രി ഒരു സിനിമ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന് ടോർച്ചർ ചെയ്യാ. ഞാൻ വിളിച്ചത് ഇങ്ങനെ കാണിക്കാം, എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. സ്വസ്ഥതയില്ല. അങ്ങനെ ലാസ്റ്റ് ഇപ്പൊ ഇല്ല നിലവില്. അപ്പൊ എത്ര പഠിക്കായിരുന്നു? അപ്പം അവൻ എത്രല്ല 10th. എന്തായാലും ഇപ്പൊ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ദൈവം അങ്ങനെയൊക്കെ പോയാൽ മതി. ഞാൻ പറഞ്ഞു, നിങ്ങൾ 25 വയസ്സൊക്കെ ആയിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ശരി 18 വയസ്സിന് ശേഷം ആയാലും നല്ല പാർട്ണറിനെയൊക്കെ കിട്ടുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ അതിന് മുന്നേ ഇങ്ങനെ കുഞ്ഞ് സമയത്ത് നമുക്കൊന്നും അറിയാത്ത പ്രായത്തിലൊന്നും
ചെന്ന് തലവെച്ച് കൊടുക്കരുത്. ഞാൻ എന്റെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ ഇളയ കൊച്ചു വന്ന് ഇപ്പൊ 6 മണിയാകുമ്പോ ഇവൻ അവനോട് ചോദിക്കരുത്, നീ എന്തിനാ എപ്പോഴും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം, നിനക്ക് അത് മേടിച്ചാൽ അവര് തമ്മിൽ അങ്ങനെ അടിയാവാറുണ്ട്, രണ്ടും കൂടി വഴക്കാവാറുണ്ട്. ഇതുപോലെ പാരമണിയുവേ. ഇളയവനാണ് അവിടുത്തെ നാരദൻ. എല്ലാ കാര്യങ്ങളും എന്റെ അടുത്തായാലും അമ്മയുടെ അടുത്തായാലും എല്ലാവരുടെയും കുറ്റങ്ങൾ അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ യുവതയവ വീട് വരുമ്പോ എന്നെ കൊല്ല്. ഞാൻ ഓപ്പൺ ആയിട്ടല്ല ഇരുന്ന് പറയുവാ. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് ചിന്തിക്കാതെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ നാഗവലി തുള്ളണ 2 തുള്ളലൊക്കെ തുള്ളാൽ പിള്ളേർ മൂത്താൾ അങ്ങനെ ഒന്നും പാര നൈസായിട്ട് ഇപ്പൊ ഉണ്ട്. ഇപ്പൊ നൈസായിട്ടുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് പറയും, അമ്മ നോക്കിക്കോ, ഇവനെ കൊണ്ടായിരിക്കും അമ്മ ഇരുന്ന് വിഷമിക്കാൻ പോകുന്നത്, ഇവ ആരാന്നോ മോൻ പറയും. എന്റെ അടുത്ത് പറയും. ഇപ്പം പെൺപിള്ളേർക്കൊക്കെ റിക്വസ്റ്റ് ഇടുന്നുണ്ട് അമ്മേ, ഇൻസ്റ്റാഗ്രാമിൽ ഇവൻ ഈ റിക്വസ്റ്റ് ഇടുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാം 2 പേരുടെയും ഞാൻ ഇനി യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞു പിള്ളേർക്ക് ഇപ്പോഴേ അത് ഭയങ്കരമായിട്ട്. പെൺകുട്ടികൾ ഇങ്ങനെ എത്ര പേരാ മെസ്സേജ് അയക്കുന്നത്, ഇങ്ങനെ ഇരുന്ന് മെസ്സേജ് അയച്ചോണ്ടിരിക്കുവാ. ഇവർക്ക് ഒരു പണിയില്ല ഞാൻ കാണിക്കുന്നേ. അത് പേരൻസ് കൂടെ ഉണ്ട്, അവരുടെ അമ്മമാരൊക്കെ കൂടെ ഉണ്ട്. എന്നിട്ട് ഞാനിപ്പോ ദൂരെ ആണെങ്കിലും പറയാം, അവരുടെ പേരൻസ് കൂടെ ഉണ്ട്. എന്നിട്ട് എന്തിനാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോണിലൊക്കെ ചെക്ക് ചെയ്തൂടെ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ആ കാര്യത്തില്. പേടിക്കണ്ട, ഒരു പട്ടത്തിന്റെ വള്ളി നമ്മുടെ കയ്യിലാണല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ചേച്ചിയുടെ അമ്മയ്ക്ക് ന്യൂ വേർഡ് ആണ്. അപ്പൊ അമ്മയുടെ ഒപ്പം ആണല്ലോ ഇവര് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് അറിയത്തില്ല എങ്ങനെ കണ്ടുപിടിക്കും. പക്ഷെ എനിക്കൊന്ന് ആൺകുട്ടികൾക്ക് അങ്ങനെ ചാറ്റ് ചെയ്യണമെന്ന് വലിയ താല്പര്യമില്ല. പക്ഷെ പെൺപിള്ളേർക്ക് ചാറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭ്രമമാണെന്ന് തോന്നുന്നു. എടാ എന്താ മിണ്ടാത്തെ, ഹലോ ഹലോ ഇങ്ങനെ മെസ്സേജ് കിടക്കുന്ന ആളാ. പിള്ളേർക്ക് എന്താ ഇങ്ങനെ ചാറ്റ് ചെയ്യണമെന്ന് ഇത്ര ആഗ്രഹം ഞാൻ ആലോചിക്കാറുണ്ട്. എനിക്കത് കാണുമ്പോ ഈ പെണ്ണിനെ ഞാൻ എന്തോ ചെയ്യണോ, ഞാൻ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കൊച്ചു നിനക്ക് വേറെ പണിയൊന്നുമില്ല, എന്തിനാ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. ആ സമയം ഞാൻ അങ്ങ് തനി ലോക്കല് തള്ളയാവാറുണ്ട് കാണുമ്പോ. അയ്യോ, അപ്പൊ ഇവൻ ചോദിക്കില്ല അമ്മ എന്തിനാ എന്റെ ഇൻസ്റ്റാഗ്രാം വഴക്കിട്ടിട്ടുണ്ട്. അമ്മ എന്തിനാ? ഞാൻ പറയാം, എടാ നീ തിന്നുന്നത് ഞാൻ അധ്വാനിക്കുന്ന പൈസയുടെ ചോറാ, ഞാൻ പറയുന്ന കേട്ടോ, വേറെ എന്തും ഞാൻ സഹിക്കുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റൂല അതൊക്കെ പറയും. ആ സമയത്താണ് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഈ ഡ്രഗ്സിന്റെ പരിപാടി പേടിക്കാൻ തുടങ്ങി. പറ്റും ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, ചെറുതായിട്ട് മിണ്ടുന്നുണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല, വേറെ പോവല്ലേ. എന്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു, ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു. കറക്റ്റ് ഞാൻ അത് അങ്ങനെ ചെയ്തതാണ്. പിള്ളേരെ പുറകെ ഇങ്ങനെ നടന്നിങ്ങനെ നോക്കുന്നത്. അത് കറക്റ്റ് എന്റെ മോന്റെ അടുത്ത് ഞാൻ കാണിച്ചതാണ്. അവൻ വീഡിയോ ഒന്നും പറഞ്ഞു, ഈ അമ്മ ഇത് കറക്റ്റ് തന്നെ. ആധാർ കൈ വെച്ചേക്കുന്ന എന്തിനോടോ നീ ആധാർ വെച്ചേക്കുന്ന, ആധാർ വെച്ചേക്കുന്ന ടെൻഷൻ ആവാൻ തുടങ്ങി. എനിക്ക് പിന്നെ ഇഷ്ടം ലുലുമാളിന്റെ ഇതാണ്, മറ്റേ AC കൊള്ളാനായിട്ട്. വെറുതെ എന്തിനാ ലുലുമാളി കയറിയിരുന്നാ മതിയില്ല. വൈറൽ വീഡിയോ. അതെ, അത് ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. വീഡിയോ ചെയ്യുമ്പോ എല്ലാം ഇപ്പൊ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുക്കുന്ന മാക്സിമം ഈ തള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഇടുന്നത്. എന്നെ ഈ തള്ളന്മാരുടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓരോ ലാംഗ്വേജിന്റെ ഓരോ സാധനം, അതൊക്കെ എന്റെ അമ്മയുടെ അടുത്തുനിന്നും അമ്മയുടെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നും ഒക്കെ ഞാൻ ചൊരണ്ടി എടുക്കുന്നതാ. അവിടെ കുടുംബശ്രീ എന്ന് പറഞ്ഞ കുറെ പേര് കൂടും, അവരുടെ അടുത്തൊക്കെ ഞാൻ പോയി ഇരിക്കും. അപ്പൊ അവര് വിചാരിക്കും എന്നോട് ഞങ്ങളുള്ള സ്നേഹം കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇവരുടെ ഈ സാധനം എല്ലാം ഇത് ചൊരണ്ടി ഇനി കൂടാതെ വരുന്നുണ്ട് നമുക്ക് നൈസായിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് അഭിനയിക്കാൻ ഇഷ്ടം. ഏതാണ്ട് അതൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. തൊഴിലുറപ്പിനൊക്കെ ഞാൻ ചുമ്മാ അവിടെ പോയി നൈസായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും, ഇവരെന്ത് പറയുന്നതൊക്കെ കേട്ട് പഠിക്കാൻ. അതിനകത്തൊക്കെ ഇവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ, ഇവരെങ്ങനെ സംസാരം, ഇതൊക്കെ ഞാൻ നോക്കി പഠിക്കും. എന്നിട്ട് അതുപോലൊക്കെ ഒന്ന് പ്രയോഗിക്കും. ഇപ്പം ഒരു ചേച്ചിക്ക് ഒരു ചാൻസ് കിട്ടും, ഇപ്പൊ ഒരു വീടിന്റെ ഉള്ളിൽ കുറെ പേരായിട്ട് ചേച്ചി താമസിക്കുമ്പോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തോടെ താമസിക്കുമ്പോൾ ചേച്ചിക്ക് എങ്ങനെയായിരിക്കും അതൊരു സഫോക്കേഷൻ ആയിട്ട് തോന്നും? എങ്ങനെയായിരിക്കും പല വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യും? അങ്ങനത്തെ ഉള്ള ആൾക്കാരെയൊക്കെ എങ്ങനെയായിരിക്കും? അയ്യോ, അത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇടയ്ക്ക്, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളത്. ഞാനിപ്പം കുറച്ച് സമയമൊക്കെ നമ്മള് ഇങ്ങനെ അവര് ഉറങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ ഒരു സാധനം സെറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ സംഭവിക്കേണ്ടി അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ സമാധാനമായിട്ട് കുറച്ചു നേരം ഇരിക്കും. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം.
അത് എപ്പോഴായാലും കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. ഓക്കെ, മെയിൻലി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ ഭയങ്കര ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ ചുമ്മാ ചിലവർ നമ്മളൊക്കെ ഞാനും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചില സമയത്ത് അപ്പൊ വട്ടാണോ എന്നൊക്കെ ചെറുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ണാടി നോക്കി നമ്മളൊന്ന് അയ്യോ, സംസാരിക്കണം. ഞാൻ അങ്ങനെ സംസാരിക്കാറുണ്ട്. അടിപൊളി മാറ്റം നമുക്ക് വരുന്നത് ലൈഫില്. ഭയങ്കര മാറ്റമായിരിക്കും. ഞാൻ കണ്ണാടി നോക്കി എന്നെ തന്നെ ഇങ്ങനെ പുകഴ്ത്താറുള്ളൂ. എന്റെ കണ്ണ് കാണാൻ എന്റെ മൂടെ ഞാൻ വലിയ സംഭവം. അത് അടിപൊളിയായിട്ട് നമ്മളെ ചേഞ്ച് ചെയ്യും കേട്ടോ. എന്റെ ലൈഫിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്ത സാധനം. ഞാൻ കണ്ണാടി നോക്കി എപ്പോഴും കണ്ണാടി നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. എന്റെ ഗേറ്റിൽ തന്നെ 2-3 കണ്ണാടി ഉണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ണാടി നോക്കി കാര്യം പറയും. അങ്ങനെയാണ് കാര്യം പറയാറുണ്ട്. അത് നമുക്ക് നല്ലൊരു സെൽഫ് ടോക്ക് ഭയങ്കര ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാറുണ്ട്. അതെ അതെ.